മക്കളെ, വെൽക്കം ടു ദി എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസാണ്. സോ ക്രിസ്മസ് എക്സാം ഇങ്ങനെ ഏകദേശം ലാസ്റ്റിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മൾ പഠിക്കുന്നതിനടക്കം നമുക്ക് ഇംഗ്ലീഷിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ലെസൺ ആണ് ഏതാ? ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് അല്ലേ? യെസ്, ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ആ ലെസണിന്റെ അകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ മക്കൾ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്കും ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഇനി കൂടുതൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മളിവിടെ എജ്യൂപോർട്ടിൽ എടുക്കുന്ന എല്ലാ ക്ലാസ്സിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആവും. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എജ്യൂപോർട്ടിൽ കൊടുക്കുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ നോട്ട്സും നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സ്ആപ്പ് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ വേറെ എവിടെ നോട്ട്സും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഓക്കെടാ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം അല്ലെ? അപ്പൊ മിസ് ഇന്ന് ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏതാണ് ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂടാ? ഓക്കെ, അപ്പൊ എന്തിനാണെങ്കിലും മിസ് പറയാം, തോട്ട്സ് ആണ്. ഓക്കെടാ, നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? തോട്ട്സ്. അപ്പൊ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു ലെസൺ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് ആരെ കുറിച്ചാണ്? ഇവാൻ അല്ലെ? റഷ്യയിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇവാൻ എന്ന് പറയുന്ന ഒരു ബോയ് അല്ലെ? ആ ബോയിന്റെ അടുത്ത് എന്താണ്, അവന്റെ അടുത്ത് ഒരു നൈറ്റിംഗേൽ എന്നും വന്ന് പാട്ട് പാടുമായിരുന്നു. അങ്ങനെ അവൻ ആഗ്രഹമായില്ലേ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ് പഠിക്കാൻ. അങ്ങനെ ഒരു മഴേന്റെ ഇടക്ക് ചെറിയ കിളിക്കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത കാരണം ആ കിളിക്കുഞ്ഞുങ്ങളുടെ അമ്മ ഇവാന് ലാംഗ്വേജ് ഓഫ് ബേർഡ്സിന്റെ ലാംഗ്വേജ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവാൻ പല അത്ഭുതങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ഒരു സെയിലേഴ്സിനെ അവര് എന്താ പറയുക, ഒരു സ്റ്റോമില്, ഒരു കൊടുങ്കാറ്റിൽ അകപ്പെടുന്നതിന് പകരം ഇവാൻ അവരെ സേവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു രാജാവ് അല്ലെ? ആ രാജാവ് ആ ഒരു കൊട്ടാരത്തിൽ ഒരുപാട് കാക്കകൾ നിന്ന് ബഹളം വെക്കുമ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് വണ്ടേഴ്സ് അല്ലെ ഈ ഇവാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവാൻ ലാസ്റ്റ് രാജാവായതിനു ശേഷം ഇവാന്റെ ആ ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു അല്ലെ? ഇവാന്റെ മാസ്റ്റർ എന്താണ്, ഇവാനെ ചെറിയ കുട്ടിക്കാലത്ത് ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു. സോ ഇവാൻ ഇപ്പൊ വലിയ കിങ് ആയിട്ടുണ്ട്. ഇവാൻ കിങ് ആയതിനു ശേഷം ആ മാസ്റ്റർ എന്ത് ചെയ്യാണ് ഇവിടെ, അല്ലെങ്കിൽ ഇവാന്റെ ആ ക്രൂവൽ ആയിട്ടുള്ള മെർച്ചന്റ് ആയിട്ടുള്ള ആ മാസ്റ്റർ എന്ത് ചെയ്യണം, ഇവാന്റെ കൊട്ടാരത്തിൽ ഒരു സെർവന്റ് ആയിട്ട് വരികയാണ് അല്ലെ? അങ്ങനെ ഇരിക്കുന്ന ആ ഒരു രാത്രി ഇവാൻ ദ കിങ് കേട്ടോ, ഇപ്പൊ രാജാവായിട്ടുള്ള ഇവാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഓർത്തിട്ടില്ല എന്നാണെങ്കിൽ ഇനി അത് ഓർക്കാനുള്ള നേരമാണ്. കാരണം നമ്മൾ ഇവാൻ ദ കിങ്ങിന്റെ തോട്ട് ആണ് എഴുതാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫ്രം ദി വേർഡ്സ് ഓഫ് ദ നൈറ്റിംഗേൽ, കിങ് ഇവാൻ റെക്കഗ്നൈസസ് ഹിസ് ഓൾഡ് മാസ്റ്റർ അല്ലെ? ആ ഒരു നൈറ്റിംഗേലിന്റെ വാക്കുകളിൽ നിന്നും കിങ് ഇവാൻ എന്ത് ചെയ്യാണ്, അയാളുടെ ഓൾഡ് മാസ്റ്ററിനെ മനസ്സിലാക്കുകയാണ്. That night the king couldn't sleep well. ആ രാത്രി കിങ്ങിന് നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നില്ല. He thought about his old days അല്ലെ? അയാളുടെ ആ പഴയ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. Write the thoughts of King Ivan. So King Ivan ആ തോട്ട്സ്, കിങ് ഇവാൻ ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. എടാ, തോട്ട്സ് എന്ന് പറയുമ്പം നമ്മളിപ്പോ മനസ്സിൽ ആലോചിക്കാറില്ലേ? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ അച്ഛൻ പറയുകയാണെങ്കിൽ, ഉപ്പ പറയാണ്, ഇന്ന് രാത്രി വരുമ്പോ ഞാൻ നിനക്ക് ബിരിയാണി കൊണ്ടുതരാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രാത്രി ഒരു 6-7 മണിയിൽ അച്ഛൻ വരുന്ന സമയം അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, അച്ഛൻ ഇപ്പൊ വരുന്നുണ്ടാവും, നല്ല ഏതെങ്കിലും ഒരു ഹോട്ടലിലായിരിക്കും ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ആയിരിക്കോ, ബിരിയാണിന്റെ കൂടെ ചിലപ്പോൾ ഐസ്ക്രീം കൊണ്ടുപോവോ, ഐസ്ക്രീം കൊണ്ടുവന്നു കഴിഞ്ഞാല് ഞാൻ ചേട്ടനും ചേച്ചിക്കും കൊടുക്കാതെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാലോ, അയ്യോ എന്താ ഇപ്പൊ ഞാൻ ചെയ്യുക, അവനുമായിട്ടും അല്ല അവളുമായിട്ടും വഴക്കിടേണ്ടി വരുമോ? ഇങ്ങനെയൊക്കെയുള്ള ഓരോ തോട്ട്സ് നമ്മൾ തിങ്ക് ചെയ്യാറില്ല. നമ്മളെ തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് അല്ലെ? അതേപോലെടാ ഇവിടെ കിങ് ഇവാന്റെ ഉള്ളിൽ വരുന്ന തോട്ട്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നുള്ള കുറച്ച് ടിപ്സ് മിസ് പറഞ്ഞുതരാം കേട്ടോ. അതായത് എങ്ങനെ എഴുതണം എന്നുള്ള ആൻസർ മിസ് കാണിച്ചു തരാം. നോക്കിയടാ, ഇതിപ്പോ ആ കിങ് ഇവാന്റെ തോട്ടാണ് കേട്ടോ, ചിന്തയാണേ. ലാസ്റ്റ് നൈറ്റ് ഐ സോ മൈ ഓൾഡ് മാസ്റ്റർ അല്ലെ? ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ദിവസം രാത്രി ഐ സോ മൈ ഓൾഡ് മാസ്റ്റർ, ഞാൻ എൻ്റെ പഴയ ആ ഒരു മാസ്റ്ററിനെ അല്ലെ, യജമാനനെ കണ്ടു. ദ മെർച്ചന്റ് അല്ലെ? മെർച്ചന്റ് ആയിട്ടുള്ള ആരാണ് ആ മാസ്റ്റർ? ആരായിരുന്നു? ദ മെർച്ചന്റ് അല്ലെ? ഒരു മെർച്ചന്റ് ആയിരുന്നല്ലോ. ഐ സോ മൈ ഓൾഡ് മാസ്റ്റർ. ഹി വാസ് ക്രൂവൽ ടു മീ. അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് അല്ലെ? അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഹി വാസ് ക്രൂവൽ ടു മീ, മെയ്ഡ് മീ വർക്ക് ടയർലെസ്ലി. ടയർലെസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണം വരുന്നത് വരെ അല്ലെ? എന്നെ ഒരുപാട് എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഒരാളായിരുന്നു ആര്? ഈ പറയുന്ന മാസ്റ്റർ. ഐ വാസ് ജസ്റ്റ് എ സെർവൻറ്റ്. ഞാൻ അന്ന് എന്തായിരുന്നു? ഒരു സെർവൻറ്റ് മാത്രമായിരുന്നു. ഈ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയേക്കണം മക്കളെ. മെർച്ചന്റ്, മാസ്റ്റർ, കണ്ട ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് നോക്കിയേക്കണേ. മാസ്റ്റർ, മെർച്ചന്റ്, സെർവൻറ്റ്, ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കണേ. പിന്നെ
ബട്ട് നൗ ഹീസ് ഓൾഡ് ആൻഡ് പുവർ. പക്ഷെ ഇപ്പൊ എന്താണ്, അയാൾ ഓൾഡ് ആൻഡ് പുവർ ആയിട്ടുണ്ട്. ഹീ നീഡ്സ് മൈ ഹെൽപ്പ്. അയാൾക്ക് എന്താണ്, അയാൾക്ക് എന്റെ ഹെൽപ്പ് വേണം അല്ലേ. ഐ റിമെമ്പർ ദ നൈറ്റിംഗേൽ സോങ്. എനിക്ക് ആ നൈറ്റിംഗേലിന്റെ പാട്ട് ഓർമ്മയുണ്ട്. പ്രെഡിക്റ്റിംഗ് മൈ ഫ്യൂച്ചർ ആസ് കിങ് അല്ലെ. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് ആണല്ലോ പ്രെഡിക്റ്റിംഗ്. എന്താണ് പ്രെഡിക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുക അല്ലെ. ഒരാളുടെ കാര്യം ഭാവി നമ്മൾ നോക്കി പറയാന്ന് പറയില്ലേ, അതിനാണ് പ്രെഡിക്റ്റിംഗ് എന്ന് പറയാം. സോ ആ നൈറ്റിംഗേൽ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, പ്രെഡിക്റ്റിംഗ് മൈ ഫ്യൂച്ചർ അല്ലെ, എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് കിങ് അല്ലെ, ഞാൻ കിങ് ആവും എന്നുള്ളത്. ഹൂ വുഡ് ഹാവ് തോട്ട്, ആരുണ്ട് വിചാരിക്കുന്നു അല്ലെ, ആരാണ് ഇങ്ങനെ ചിന്തിച്ചത്, ആർക്കറിയാമായിരുന്നു. നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ കേട്ട് കഴിഞ്ഞാല്, അയ്യോ ആരറിഞ്ഞിട്ടുണ്ട് ഞാനൊരു രാജാവെന്ന്. ഓക്കെ, അതാട്ടാ പറയുന്നേ. ദെൻ മൈ മാസ്റ്റർ ഡിഡൻ ട്രീറ്റ് മീ വെൽ അല്ലെ, എൻ്റെ മാസ്റ്റർ എന്നെ നല്ല പോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ ഫോർഗേവ് ഹിം. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ക്ഷമ കൊടുത്തു. ഫോർഗീവ് ചെയ്യുക എന്ന് പറഞ്ഞാ ക്ഷമ കൊടുക്കുക കേട്ടോ, ക്ഷമ കൊടുക്കുക എന്നുള്ളതാണേ. യെസ്, പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ക്ഷമ കൊടുത്തു. നൗ ഹീ സെർവ്സ് മീ. ഇപ്പോൾ അദ്ദേഹം എന്നെ സെർവ് ചെയ്യാണ് അല്ലെ, എന്നെ സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. ലൈഫ് ചേഞ്ചസ്. ജീവിതം മാറി മറിയും. വി മസ്റ്റ് ബി കൈൻഡ് ആൻഡ് കമ്പാഷനറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, കൈൻഡ് ആൻഡ് കമ്പാഷനറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും സ്നേഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരോടും സ്നേഹം ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ, എല്ലായിടത്തും സ്നേഹം ഉണ്ടായിരിക്കണം. ഐ വാസ് വൺസ് പുവർ അല്ലെ, ഞാൻ ഒരു സമയത്ത് പാവമായിരുന്നു. നൗ ഐ എം കിങ്. പക്ഷെ ഞാൻ ഇപ്പോൾ രാജാവാണ്. മൈ മാസ്റ്റർ വാസ് റിച്ച് അല്ലെ, എന്റെ മാസ്റ്റർ റിച്ച് ആയിരുന്നു. നൗ ഹീസ് പുവർ. പക്ഷെ അയാൾ ഇപ്പൊ എന്താണ്, അദ്ദേഹം പാവപ്പെട്ട ഒരാളായിട്ടുണ്ട്. ബട്ട് ഐ ലുക്ക് ആഫ്റ്റർ ഹിം. പക്ഷെ അദ്ദേഹത്തിനെ ഞാൻ നോക്കിക്കോളും അല്ലെ, അദ്ദേഹത്തിനെ ഞാൻ പരിപാലിച്ചോളും. അങ്ങനെയാണല്ലേ ആ ഒരു കിങ് ആയിട്ടുള്ള ആര്, ഇവാൻ ചിന്തിക്കുന്നത്. എന്താണ്, ഈ പറഞ്ഞ മാസ്റ്റർ എന്നോട് ഒരുപാട് ദ്രോഹമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എൻ്റെ അടുത്ത് ഒരുപാട് ക്രൂവൽ ആയിട്ടായിരുന്നു പെരുമാറിയത്. ബട്ട് ഹി വാസ് റിച്ച് അല്ലെ, ആ സമയത്ത് മാസ്റ്റർ എന്തായിരുന്നു, മാസ്റ്റർ റിച്ച് ആയിരുന്നു. ബട്ട് നൗ ഹീസ് പുവർ. പക്ഷെ അദ്ദേഹം ഇപ്പം പുവർ ആയിട്ടുണ്ട്. ആൻഡ് നൗ ഐ ആം ദ കിങ് അല്ലെ, ഞാനിപ്പോ കിങ് ആണ്. ബട്ട് എന്താണ്, ബട്ട് അവൻ പറയാണ് എന്ത്, ബട്ട് ഐ ലുക്ക് ആഫ്റ്റർ ദ മർച്ചന്റ് അല്ലെ, ലുക്ക് ആഫ്റ്റർ മൈ മാസ്റ്റർ. എന്റെ മാസ്റ്ററിനെ ഞാൻ ലുക്ക് ആഫ്റ്റർ ചെയ്തോളും, അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തിനെ ഞാൻ നോക്കിക്കോളും എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോടാ എങ്ങനെയാണ് ആ ഒരു തോട്ട് എഴുതേണ്ടത്. കിങ് ഇവാന് അല്ലെ, ആ ഒരു രാത്രി ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ആലോചിക്കുക എന്നുള്ളൊരു ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പൊ മക്കൾ എന്ത് ചെയ്യടാ, ഇതേപോലൊരു തോട്ട് ഒന്ന് ഒറ്റയ്ക്ക് എന്ത് എഴുതി നോക്കി. നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരു 2 സെന്റൻസ്, ഓക്കെ, ഇതിന്റെ ഒരു നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു 2 സെന്റൻസ് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഒരു സെന്റൻസ്, 1-2 സെന്റൻസ് സ്വന്തമായിട്ട് ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയേ ഇംഗ്ലീഷിൽ. മിസ് നോക്കിയിട്ട് പറയാം ശരിയാണോ അല്ലയോ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഓക്കേടാ, നമുക്ക് മിസ് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ. നല്ലോണം പഠിക്കണം കേട്ടോ, പഠിക്കാതിരിക്കരുത്. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.